സന്തോഷത്തിൽ നമുക്ക് പിരിയാവുന്നതാണ്. ഇന്നലെ വൈകിട്ട് 6:30 മണിക്ക് 18ഓളം പേര് ഉപാസനയായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് തുടങ്ങിയ ഒരു ധാരമുറിയാത്ത ഓർമ്മകളാണ്. എന്താ നമ്മൾ ഈ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒരാളുകളും തിരക്കുള്ളത് കൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം നമ്മളോട് മുന്നെത്തിയിരിക്കുന്നത് സംഗീതത്തിൽ വളരെയധികം താല്പര്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രശാന്ത് ഭായിയാണ്. പ്രശാന്ത് ഭായി സംഗീതത്തിന് വേണ്ടിയിട്ട് വളരെ തൻ്റെ ജീവിതത്തിൽ സംഗീതം എങ്ങനെയാവണം, സംഗീതം കൊണ്ട് ഈ സംഗീതത്തെ ലോകം എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇത് ശാസ്ത്രീയമാവണം, അത് ആളുകൾക്കുള്ള റിലാക്സേഷൻ ആവണം, വിമുക്തിയാവണം. ഒരു തവണ ഞാൻ ദാസമാഷിലേക്ക് എത്തിപ്പെട്ട ഒരു ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എത്തിപ്പെട്ട ഒരു അതുകൂടെ പറയാതെ അത് പൂർണ്ണമാവില്ല. ഞാൻ ഇദ്ദേഹം അജീഷൻ മുതുകാട് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് ഒരു വാചകം, ഞാൻ എൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ആ പ്രോഗ്രാം കാണുന്നത്, ടി വിയിലാണ്. അതിനകത്ത് പറഞ്ഞ ജീവിതം ഒരു ഓടക്കുഴൽ പോലെ എത്ര ഒഴിഞ്ഞതും ഒന്നുമില്ലാത്തത്, എന്നാൽ അതേസമയം അതിലൊറ്റ മാധുര്യമാർന്ന ഗാനവിധികളാൽ വിസ്മയകരവും, പക്ഷേ എല്ലാം അത് വായിക്കുന്നതിന് ആശ്രയിക്കുന്നു. ഏത് തരത്തിലുള്ള ഗാനം ആലപിക്കണം എന്നുള്ളത് ഒരാളുടെ സ്വന്തം നിശ്ചയമാണ്. ഇതത്ര മനുഷ്യൻ്റെ ഗംഭീരത, തൻ്റെ സ്വന്തം ഗാനത്തിൽ നരകത്തെയോ സ്വർഗത്തെപ്പറ്റി പാടാനുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് മാത്രമാണ്. അതിൽ അവസാനം വായിച്ച ജീവിതം ഓരോരുത്തരോടും മന്ത്രിക്കുന്നു. നിൻ്റെ ഓടക്കുഴൽ എടുക്കുക, സമയം വേഗം പോകുന്നു, പാട്ട് തെറ്റാതെ പാടാനുള്ള അവസരം ഉപയോഗിക്കുക, തട്ടം വീഴും മുമ്പ് നിങ്ങളുടെ ജീവിതഗാനം നിങ്ങൾ പാടിയിരിക്കുന്നു. ഇതാണ് ആ വാചകമുണ്ട്. ഞാനത് മുഴുവൻ കേട്ടു, വരികൾ തന്നെ സ്പർശിച്ചു. പക്ഷെ ആരെഴുതിയത് യാതൊരു വിധത്തിലുള്ള അറിവ് എനിക്കില്ല. ഞാനങ്ങ് വിട്ട്. അന്ന് ഞാൻ സംഗീതം പഠിച്ചു തുടങ്ങുന്നതിന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ, ഞാൻ എനിക്ക് ആ വർഷം എനിക്ക് ഓർമ്മയില്ല. ഒരു തവണ മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ, അത്ര വലിയൊരു വായനക്കാരനല്ല എങ്കിലും ചിലതൊക്കെ ഞാൻ വായിക്കാറുണ്ട്, ഏതോ ഒരു കക്ഷി തിരിച്ചു വെച്ച ഈ പുസ്തകം ഇങ്ങനെ വെക്കേണ്ടതിന് പകരം ഇങ്ങനെ തിരിച്ചു വെച്ചപ്പം ഈ വാചകമാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ ബുക്ക് കാണില്ല, ഞാൻ ദാസമാഷിലേക്ക് എത്തിപ്പെടുകയില്ല. ഇത് കണ്ടതും ഞാൻ അന്നേരം തന്നെ പുസ്തകം ഞാൻ വാങ്ങുന്നു. പിന്നെ ഞാനിത് വായിക്കുന്നത്. അതിൻ്റെ സംഗീതം എല്ലാം ശ്രുതികളാണ്. താല്പര്യം നിങ്ങളുടെ മുമ്പിൽ എല്ലാം ശ്രുതിയാണ് ഇരിക്കുന്നത്. ഇതാണ് ആധാര ശ്രുതി. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ, അതാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് പാട്ട് ശ്രുതിയിൽ വായിക്കാം, ശ്രുതി രഹിതമായി വായിക്കാം. പക്ഷെ ശ്രുതിയോടുകൂടി വായിക്കുന്നതിന് കുറച്ച് പണിയുണ്ട്. നമ്മളെ ജീവിതം നമുക്ക് മോശമായി കൊണ്ടുപോകുന്നതിന് നമുക്ക് അത്ര വലിയ പണി ആവശ്യമില്ല. പക്ഷേ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് നമുക്ക് കുറച്ച് പ്രയത്നം ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ഈ ഉപകരണം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകുമ്പോൾ മറ്റേ ഗാനങ്ങളുള്ള കൊച്ച് ഫ്ലൂട്ട് വെച്ചിട്ട് വായിക്കുന്ന ഇത് വായിച്ചോ, ഇതിൽ നിന്നൊരു സ്വരം ഈ ആധാരശ്രുതിയിൽ നിങ്ങൾ ലയിച്ചു വായിക്കണമെങ്കിൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. ഞാനൊരു നാടനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എല്ലാം നാടൻ പ്രയോഗങ്ങളിനകത്ത് കടന്നു വരുന്നത്. അത് നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഒരാൾ അതേപോലെ തന്നെ നിൽക്കണമെന്നാണല്ലോ ദാസമാഷ് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ അതാണ് അദ്ദേഹത്തെ ഞാൻ ഒരു തവണയും ഞാൻ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു തവണ അത് ഒരു പാളയത്തൂടെ അദ്ദേഹം പോകുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആനുകാലികങ്ങളിൽ വരുന്നൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. വിശപ്പ് എന്ന ഒരു സംഭവം എത്രത്തോളം ഭീകരമാണെന്ന് അടിയന്തരാവസ്ഥ കാലത്താണ് അദ്ദേഹം മനസ്സിലാക്കിയതെന്ന് ഞാൻ അദ്ദേഹം വായിച്ചത്. കാരണം ആ ഒരു ഘട്ടങ്ങളിലൂടെ എൻ്റെ അച്ഛനെ കടന്നു പോയി വരുന്ന അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ട്രേഡ് യൂണിയൻ, എൻ്റെ അച്ഛൻ മാവൂർക്കുള്ള ട്രേഡ് യൂണിയൻ ലീഡറായിരുന്നു. ഈ വിശപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക, എത്രത്തോളം ഭീകരമാണെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞെങ്കിലും മാത്രമേ അറിയുള്ളൂ. അല്ലാതെ നമുക്ക് എപ്പോഴും വയറ് അറിഞ്ഞ് നമ്മളത്
എന്നെക്കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത്, എൻ്റെ പേര് പ്രശാന്ത്. ഞാൻ കോഴിക്കോട് പൂവാട്ടുകുമ്പ് സ്വദേശിയാണ്. ഞാൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റ് ഓഫീസറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. വളരെ വൈകി 2011 ആണ് ഞാനത് പഠിക്കാൻ വേണ്ടി പൂനെയിലേക്ക് എത്തിപ്പെടുന്നത്. വളരെ യാദൃശ്ചികമായി. കാരണം കേട്ടറിഞ്ഞ സംഗീതം, ഞാൻ പഠിച്ച സംഗീതം ആദ്യം ഞാൻ കർണാട്ടിക്കായിട്ട് പഠിച്ചത്, പഠിക്കാൻ പോയത്. ഇതല്ല എൻ്റെ മേഖല, ഇതല്ല ഞാൻ തേടുന്ന സംഗീതം എന്ന് തിരിച്ചറിഞ്ഞ ദിവസം ഇതെന്താണിത്, പക്ഷേ ഇതെന്താണെന്ന് അറിയാനും പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു ബന്ധു, അദ്ദേഹം ബോംബെയിൽ നിന്ന് വാങ്ങിയ ഒരു മാക്ഡോവൽ വിസ്കി ബോട്ടിലിനോടൊപ്പം കിട്ടിയ ഒരു കാസറ്റ്, മ്യൂസിക് ടുഡേൻ്റെ ഒരു കാസറ്റ്. ആ കാസറ്റിനകത്ത് ചന്ദ്രകോൺസ് എന്നൊരു രാഗം അദ്ദേഹം വായിച്ച, എൻ്റെ ബഡേ ഗുരുജി പണ്ഡിറ്റ് ഹരിപ്രസാദ് ചന്ദ്രസി അദ്ദേഹം വായിച്ച ഇത് കേട്ടപ്പോൾ ഇതാണ് ഞാൻ തേടുന്ന സംഗീതം, പക്ഷേ ആര് പഠിപ്പിക്കും? അങ്ങനെ ഏതാണ്ട് ഒരു 4-5 കൊല്ലം ഞാൻ കേരളത്തിൽ ഉടനീളം ഞാൻ നടന്നു. അന്ന് യൂട്യൂബില്ല, അങ്ങനത്തെ കാര്യങ്ങളിൽ. ഇന്ന് എല്ലാവരും പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് എവിടെ നോക്കിയാലും ഫ്ലൂട്ട് ടീച്ചേഴ്സാണ്. അന്ന് ഒരാളുമില്ല. ഏതാണ്ട് ഒരു 4-5 കൊല്ലം എൻ്റെ അങ്ങനെ പോയി. 2011 എൻ്റെ ഗുരുവോട് വരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹിമാംശു നന്ദ. അദ്ദേഹം സിനിമ മിഷനിൽ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഞാൻ പോയി കാണുന്നു. എന്നോട് പൂനെയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. 1 കൊല്ലം കൊണ്ട് പോയി നിർത്താൻ ഉദ്ദേശിച്ച് പോയ സംഭവം പിന്നീട് ഞാൻ 10 കൊല്ലത്തോളം അത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആവുന്നത് വരെ ഞാൻ പോയി. ഈ അടുത്തിടയ്ക്ക് ഞാൻ പോയിരുന്നത്. അടുത്തിടയ്ക്ക് വെച്ചാൽ എൻ്റെ ട്രെയിനൊക്കെ പാളം തെറ്റി ഞാൻ വണ്ടിയിൽ, പച്ചക്കറി വണ്ടിയിൽ കയറിയിട്ടൊക്കെ ഞാൻ അവിടെ എത്തി. 1.5 മണിക്കൂർ 2 മണിക്കൂർ പോകുന്നില്ല. പക്ഷേ സംഗീതത്തെ നിരാകരിക്കപ്പെടുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നാറുണ്ട്. കാരണം ആൾക്കാരൊക്കെ ജനപ്രിയ സംഗീതം, എന്താണ് ജനപ്രിയ സംഗീതം? പാട്ട് പാടലാണ് ജനപ്രിയ. ഒരു കൃതദാസനായ കലാകാരന് പാട്ട് വായിക്കുന്ന അത്ര വലിയൊരു പ്രശ്നമൊന്നുള്ള കാര്യമല്ല. പക്ഷെ ജനപ്രിയ ആൾക്കാരുടെ മനസ്സിലേക്ക് കണക്ട് ചെയ്യപ്പെടാവുന്ന ഒരു സംഗീതമാണ് പാട്ട് വായിക്കുക എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ സംഗീതം മുങ്ങിപ്പോകുന്നതെന്നുള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തെ വാഴ്ത്തപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ട് എന്ന് പറയുന്ന കോഴിക്കോട് പോലും ആ ഒരു സ്ഥിതി വ്യത്യസ്തമല്ല. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഞങ്ങൾ ആരംഭിച്ച വൈഖരി എന്നുള്ള സംഘടന അത് ചത്തു. പാതി വഴിക്ക് 2 പരിപാടി മാത്രമേ ഞാൻ ഹിന്ദുസ്ഥാനി പ്രോഗ്രാം നടത്താൻ പറ്റിയുള്ളൂ. ഏതായാലും അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ഏതായാലും എൻ്റെ മുഖപുസ്തക സുഹൃത്തായിട്ടുള്ള പ്രഭാഷകരനെ ഇവിടെ വെച്ച് എനിക്കറിയാം, പുള്ളി ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ മുമ്പേ വിളിക്കാൻ നിന്നില്ല. പക്ഷെ ഇന്ന് ഇവിടെ വരാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു ചെറിയ ശങ്കയുണ്ടായിരുന്നു. കാരണം ഓഡിറ്റോറിയമായിട്ട് ബന്ധപ്പെട്ട അമ്പലത്തിൽ നിന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയൊക്കെ ഈ വരവൊക്കെ ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ മറികടന്ന് ഇവിടെ എത്തി വളരെ സ്നേഹപൂർവ്വമായൊരു ഭക്ഷണം കഴിച്ചു. ഏതെങ്കിലും ചിന്നേട്ടനെ വിളിച്ചു. ഇതേപോലെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ അത് വരും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഏതായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോർഷൻ ചിന്നേട്ടൻ്റെ കൂടെയും ഒരു പോർഷൻ ഇപ്പം മഴയൊക്കെയുള്ള സംഭവമല്ലേ, അപ്പോൾ ഒരു മിയാമൽഹാർ രാഗം ഒന്ന്, അതിൻ്റെ അല്ല മേഘമൽഹാർ മിയാമൽഹാർ 2 കണ്ടാണ്. ആ രാഗം ഒരു ആലാപ് പോലെ മാത്രം വായിച്ച് അതിൻ്റെ ആ ഒരു ശാന്തതയിലേക്കും കൂടെ നിങ്ങൾ എത്തിച്ച് പ്രോഗ്രാം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അധികം നേരത്തെ പറഞ്ഞ മാതിരി സമയം വേഗം പോകുന്നു. വായിച്ചിട്ട് ചെയ്താളല്ലേ.
ഒരു ആലാപിൻ്റെ ഒരു ഷോർട്ട് പോർഷനാണ് കഴിഞ്ഞത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഒരു ജോഡ് എന്ന് പറഞ്ഞൊരു ഒരു വായന ശൈലി, തബല ഇല്ലാതെ 4/4 റിതം വെച്ച് നമ്മുടെ മൈൻഡിൽ നമ്മൾ തബലയുടെ താളം വെച്ച് സ്വരങ്ങളെ കൊണ്ട് താളം സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് ജോഡ്. അതിലേക്ക്
അതൊന്നും ഞാൻ കാണിച്ചു. ഇതിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഹിന്ദുസ്ഥാനി രണ്ട് തലക്കിലേക്കാണ് നിൽക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് റിഹേഴ്സൽ ചെയ്താൽ നന്നാവും. പക്ഷെ അദ്ദേഹം അത്രയും അതിനോട് താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ അത്രയൊരു ആൾക്കാർക്ക് അത് പ്രത്യേകിച്ച് തബലയൊക്കെ ഇദ്ദേഹം പഠിക്കുമ്പോൾ പല വിധത്തിലുള്ള താളങ്ങളും പഠിക്കും. പക്ഷെ അതൊന്നും ഇവിടെ പ്രയോഗിച്ച് നോക്കാനുള്ള ഒരു അവസരം, ഒരു രൂപത്താളോ ഒരു മഡ്ഡത്താളോ ഒന്നും ഇദ്ദേഹത്തിന് വായിച്ചു നോക്കാനോ അതിനകത്ത് ഒരു കാരണം അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല, അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകളും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളൊരു കോമൺ ആയിട്ടുള്ള ഒരു താളം, തീം താളം 4-4-4-4 16 ഖണ്ഡങ്ങളുള്ള തീം താളം അദ്ദേഹം ഒന്ന് വായിക്കും. അതാണ് ഫസ്റ്റ് ബീറ്റ്. അത്രയൊന്നുമില്ലേ? ഇങ്ങനെയാണ് ഇത്. നിങ്ങളും കൂടെ അനുഭവിച്ചറിയണല്ലോ. അല്ലെ ഞാൻ ഉദ്ദേശം എന്തായാലും വായിച്ചിട്ട് കാര്യമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ അറിയാം.
വായിക്കുന്ന 16 ബീറ്റുള്ള താളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 1 2 3 4 5 6 7 8 9 10 खाली समूहाली मारले धा धा दिन धा धा दिन